ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബർമി ഫുഡ്സിലാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കോയമ്പത്തൂർ ഫൺ മോളിൻ്റെ പിന്നിലായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ ഉള്ള മെനൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോ ബംസി അത്തോ ഫ്രൈ, ബംസി ബംഗ ഫ്രൈ, പിന്നെ ഷവർമ, ട്രഡീഷണൽ ബംസി അത്തോ ഫ്രൈ, ഫ്രൈസ്, ഡ്രിങ്ക്സ്, മൊജിറ്റോസ്, പിന്നെ കുറച്ച് സൂപ്പ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. ഇവിടുത്തെ റിവ്യൂസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി റിവ്യൂസ് ഉണ്ടായിരുന്നു. കുറച്ച് സമയം മെനു ഒക്കെ വായിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ ഫേമസ് ഐറ്റമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളതും ഹൈലി റേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്ന 2 ഐറ്റമാണ് കേട്ടോ. ഞങ്ങൾ വന്നത് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവള് ഹൈലി റേറ്റഡ് ഐറ്റം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതല്ല, ഇത് ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. ഇവിടെ ചായ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അവർ ബിസ്ക്കറ്റ് ഫ്രീ തരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല തിക്നെസ്സും നല്ല എന്താ പറയുക ഓവർ വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ചായയായിരുന്നു. അടുത്തത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇവരുടെ മെയിൻ ഐറ്റമായിട്ട് വരുന്നത് ചിക്കൻ അത്തോ ഫ്രൈയും ബംസി എഗ് മസാലയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സൂപ്പും കൂടെ തരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ അത്തോ ഫ്രൈ എടുത്തിട്ട് ഒന്ന് സൂപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കുറച്ച് നൂഡിൽസ്, പിന്നെ ചിക്കൻ, പിന്നെ കുറച്ച് ഒനിയൻ, പിന്നെ ക്യാബേജ്, പിന്നെ അതിനകത്ത് ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു സാധനവും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും കോയമ്പത്തൂർ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി സ്പോട്ടാണ്. പിന്നെ ബംസി എഗ് മസാല എന്ന് പറയുമ്പോൾ അതിനുണ്ടായ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് കേട്ടോ. നമ്മളധികം ടേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു ഫ്ലേവറാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഒരു കാരമലൈസ്ഡ് ഓണിയനും, അതായത് ഒരു എഗ്ഗ് കട്ട് ചെയ്തിട്ട് അതിന് മിഡിലായിട്ട് കാരമലൈസ്ഡ് ഓണിയൻ, കുറച്ച് നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ഓണിയൻ ഉണ്ടാവില്ലേ, അതും പിന്നെ കുറച്ചൊരു ടാങ്കി ടേസ്റ്റ്, അതായത് കുറച്ചൊരു പുളിപ്പ്, കുറച്ചൊരു സ്പൈസി, അങ്ങനെയൊക്കെ ഒരു മിക്സ്ഡ് ഫ്ലേവർ ഫീലാണ് നമുക്ക് വരുന്നത്. എനിക്ക് എന്തോ ഒരു പുളിപ്പ് അങ്ങനെയുള്ളൊരു ടേസ്റ്റാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. വിവിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവി ഒന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുഴപ്പമില്ല, നല്ലൊരു ഡിഫറെൻറ്റ് ഫീലും ഡിഫറെൻറ്റ് ടേസ്റ്റും. അതുപോലെ തന്നെ അത്തവും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരുടെ എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കോയമ്പത്തൂർ വരുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് ഫീലായിരിക്കും കിട്ടുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവരുടെ സ്പെഷ്യൽ ഐറ്റമൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറേ ഡ്രിങ്ക്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വെർജിൻ മൊജിറ്റോസ്, ഷേക്സ്, അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു വെർജിൻ മൊജിറ്റോയും വിവി ഒരു വാട്ടർമെലൺ ജ്യൂസും, പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ വിവി ഒരു എക്സ്ട്രാ എഗ് മസാലയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തായാലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം, ഒരു ഈവനിങ് സ്റ്റാക്കൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കട നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ലാസ്റ്റ് ബില്ല് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. See you in another video. Bye.